Ho, ho! Merry Christmas! Advance Merry Christmas, my friends. This is me, GJ. Welcome to GJ Verse. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രോഡ്വേയിലോട്ടുള്ള ഒരു വിസിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ വേണം ഒരു ആവശ്യം വന്നപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും കുറേ പേര് സജസ്റ്റ് ചെയ്തത് പ്രകാരമാണ് ഞങ്ങൾ ബ്രോഡ്വേയിലോട്ട് പോയത്. ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെയാണ് പോയത്. ഒരുപാട് സാധനങ്ങൾ മേടിക്കാനും പറ്റി, വളരെ ചീപ്പ് റേറ്റിൽ, ഹോൾസെയിൽ റേറ്റിൽ മേടിക്കാനും പറ്റി. സോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. സോ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എറണാകുളം CSI കത്തീഡ്രൽ ചർച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ബ്രോഡ്വേ സ്ഥിതി ചെയ്യുന്നത്. ബ്രോഡ്വേയിൽ കിട്ടാത്ത ഒരു ഐറ്റംസും ഇല്ല എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചത്. നമ്മുടെ ലക്ഷ്യം ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ട ഐറ്റംസ് മേടിക്കാനാണ്. അതിന് പറ്റിയ സ്ഥലം നമ്മുടെ മേത്തർ ബസാറാണെന്ന് കേട്ടിട്ട് ആ ഒരു ഡയറക്ഷൻ നോക്കിയാണ് പോയത്. മേത്തർ ബസാറിലെ തിരക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല, പക്ഷേ ശരിക്കും അതിൻ്റെ എൻട്രി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വളരെ വീതി കുറഞ്ഞ ഒരു ആർച്ചിന് നടുക്കൂടുള്ളൊരു വഴിയിലാണ് നമ്മുടെ ഈ മേത്തർ ബസാർ ഇരിക്കുന്നത്. ആ ഒരു എൻട്രി ഭാഗം കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തിരക്കേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ് ഹോൾസെയിലും റീറ്റെയിലും പ്രൈസിൽ വിൽക്കുന്ന ഒത്തിരി കടകൾ ഈ മേത്തർ ബസാറിനകത്തുമുണ്ട്. പൊതുവേ ഉള്ളൊരു സൈക്കോളജി പോലെ ആദ്യം ഇരിക്കുന്ന കടക്കാരെല്ലാം വലിയ വലിയ റേറ്റും ഉള്ളിലോട്ട് പോകും തോറും ചെറിയ റേറ്റും പറയുന്നുള്ളത് നമ്മളും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കടയിൽ നിന്നൊന്നും ഒന്നും മേടിച്ചില്ല. ഞാൻ ഈ കണ്ട ബോളും ഈ കണ്ട മാസ്കും രണ്ടും എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ഹോപ്പ് വെച്ചിട്ട് ഞാൻ മേടിക്കാതെ മുന്നോട്ട് പോയി. പ്ലാസ്റ്റിക് വെച്ചുണ്ടാക്കിയ ഈ ചെറീസൊക്കെ റീത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത്. ഈ സോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണില്ലേ, ഈ ഗിഫ്റ്റൊക്കെ അതിനകത്തൊക്കെ ഇട്ട് തൂക്കും, അതിനായിട്ടുള്ള സാധനമാണ്. അത് വളരെ എന്താ പറയുക, ഒരു 20-30 റേഞ്ചിലൊക്കെ ആ സോക്സൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ ഇഷ്ടം പോലെ പല സൈസിൽ പല വെറൈറ്റിയിൽ കാണാനായിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് ആദ്യം ഞങ്ങൾ ചൂസ് ചെയ്തത്. എല്ലാ ചെറിയ ചെറിയ ഐറ്റംസും ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ വിലക്കുറവിൽ കിട്ടുന്നതാണ്. ഈ സ്റ്റാറൊക്കെ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ 3 മുതൽ 4 രൂപ വരെയും ഈ ബോളിന് 5 മുതൽ 6 രൂപ വരെയൊക്കെയാണ് സാധാരണയായിട്ട് അവർ ചാർജ് ചെയ്യുന്ന റേറ്റ്. ഈ കടയിലാണെങ്കിലോ ക്രിസ്മസ് ഡ്രസ്സില്ലേ, നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ്, അത് വളരെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പൈസ കിട്ടും. തോരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ സ്റ്റാറിനൊക്കെ 10 മുതൽ 20 രൂപ വരെയാണ് റേറ്റ്. സൈസ് അനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികളും മുതിർന്നവരും എല്ലാവരും വന്ന് ഒരേപോലെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ വെള്ളം കൈ കരുതുന്നത് നന്നായിരിക്കും. ഞാൻ ഇതിനകത്ത് ജ്യൂസ് കടയോ അങ്ങനെ ഒന്നും കണ്ടില്ല. ദാഹിച്ച് വലഞ്ഞ് ഒരു പരുവമായിപ്പോയി. പിന്നെ എന്തായാലും ഒരു ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കുടിക്കാം എന്നുള്ളൊരു വൈബിൽ പിന്നെ അങ്ങോട്ട് നടന്നു. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ മേടിച്ചായിരുന്നു. എല്ലാം ഹോൾസെയിൽ പ്രൈസ് ആയതുകൊണ്ട് ഞങ്ങൾ ബൾക്ക് എമൗണ്ടിൽ സാധനം എടുത്തു. പിന്നെ കണ്ട വെറൈറ്റി ഒരു ഐറ്റമാണ് ഈ സ്ട്രോ കൊണ്ടുണ്ടാക്കിയ സ്റ്റാർ. ഇത് ആക്ച്വലി നമുക്ക് ഈ ലൈറ്റിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചൊരു ക്രിസ്മസ് പപ്പയും കണ്ടു. പുള്ളിക്കാരന് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതിനെ അങ്ങ് നൈസായിട്ട് ഒഴിവാക്കി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പർച്ചേസ് ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വില കൂടിയ ഐറ്റംസൊക്കെ നൈസായിട്ട് ഒഴിവാക്കി പോയി. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരുപാട് ഐറ്റംസ് മേടിക്കുക ചെറിയ പ്രൈസിൽ. അതിന് പറ്റിയ സ്പോട്ടുമാണ്. ഈ ക്രിസ്മസ് പപ്പയുടെ മാസ്കൊക്കെ 20 മുതലാണ് സ്റ്റാർട്ടിങ്. ടോപ്പ് ഡോൾസ് എന്ന് പറഞ്ഞാൽ ഈ കടയിൽ നിൽക്കുന്ന ചേട്ടൻ ഒരേ വൈബാണ് കേട്ടോ. അവിടെ ഒരു വലിയൊരു ക്രിസ്മസ് പപ്പ ഇരിപ്പുണ്ട്. എല്ലാം എയർഫിൽഡാണ്. പിന്നെ ഈ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 മുതലാണ് സ്റ്റാർട്ടിങ്. ക്രിസ്മസ് പപ്പയുടെ തന്നെ പല റേഞ്ചിലുള്ള പാവകളുണ്ട്. എല്ലാത്തിനും പല റേറ്റുമാണ്. LED സ്റ്റാർസും ഇതേപോലെ തന്നെ പല ഡിസൈൻസ് ചെയ്യുന്ന സ്റ്റാർസുണ്ട്. ഡിസൈനും ആനിമേഷനും ഒക്കെ അനുസരിച്ചാണ് ഇതിന് റേറ്റ് വരുന്നത്. ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്ത സ്ട്രീറ്റിലേക്ക് പിന്നെയും കയറി. പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസും കുറച്ച് പൂക്കളും സാന്റാക്ലോസ് റെയിൻഡിയറിലിരുന്ന് പോകുന്ന കുറച്ച് ഫിഗേഴ്സും ഒക്കെ കണ്ടു. LED കൊണ്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ചൂരൽ കൊണ്ടുള്ള ഈ ഒരു സ്റ്റാർ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. ക്രിസ്മസ് വൈബിലുള്ള കുറച്ച് ബാഗും പിന്നെ കുറച്ച് ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സും എല്ലാം അത്യാവശ്യം റീസണബിൾ റേറ്റിന് ഇവിടെ കിട്ടാനുണ്ട്. ഈ ലാൻറ്റേൺസും സ്റ്റാറും ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പല ഡിസൈനിലും വെറൈറ്റിയിലുള്ള കേക്കുകളും ഉണ്ട് കേട്ടോ. 450 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് ലാൻറ്റേൺസ് കണ്ടു. ഡാൻസ് കളിക്കുന്ന ഒരു ക്രിസ്മസ് പപ്പയെ കണ്ടു. പുള്ളിക്കാരൻ ഫോർ സെയിലാണ്. വേറൊരാൾ ഇതാ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുക. വേറൊരാളാണെങ്കിൽ ഇതാ എയറിലാണ് ഫുൾ ടേക്ക് ഹെലികോപ്റ്ററിൽ പറക്കുന്ന ക്രിസ്മസ് പപ്പ. ഇതൊക്കെ വെറൈറ്റി ആണല്ലേ. ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വേറൊരു കടയിലാണ് പിന്നെ ഞങ്ങൾ കയറിയത്. അവിടെയും ഇതേപോലെ ലാൻറ്റേണും പിന്നെ അലൂമിനിയം ഫോയിൽ കൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് പപ്പയുടെ ബലൂണും മാലാഖ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ ഡാൻസിങ് കാക്ടസ് ഇല്ലേ, അതിൻ്റെ തന്നെ ക്രിസ്മസ് ഡെക്കറേഷനിലുള്ള സാധനവും കണ്ടു. ലാസ്റ്റ് ഞങ്ങൾ കയറിയത് സ്റ്റാറിൻ്റെ ഒരു സ്ട്രീറ്റാണ്. അതും വളരെ ഭംഗിയുള്ളൊരു മായ ലോകമാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ക്രിസ്മസ് ആഘോഷിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് ബ്രോഡ്വേ. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ മുഴുവൻ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോയിൽ കണ്ട സ്ഥലങ്ങളും കാഴ്ചകളും എല്ലാം നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ എറണാകുളത്തുള്ള ബ്രോഡ്വേയിലേക്ക് പോകൂ.
ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഒരുപാട് പ്രൈസ് ഒന്നും ആകത്തില്ല. മാത്രമല്ല നമുക്കൊരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നമുക്ക് ആ ഒരു ഈവനിങ് വളരെ സന്തോഷമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്ക്, വെള്ളം കൈ കരുതുക. കാരണം അവിടെ വെള്ളത്തിനുള്ള കടകൾ പുറത്തിറങ്ങിയാലേ ഉള്ളൂ. നേത്ര ബസാറിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനുള്ള കടകളില്ല. സോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ എടുത്തുകൊള്ളുക. പിന്നെ പേഴ്സ്, മണി എല്ലാം കൊണ്ടു നടക്കുന്നവരെല്ലാം വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുക. കാരണം മോഷണത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. സോ എനിവേസ്, എല്ലാവരും വളരെ സേഫായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കൂ. അഡ്വാൻസ് മെരി ക്രിസ്മസ്. ബൈ.